നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലിറിക് റൈറ്റർ, ഒരു സിംഗർ എന്നുള്ള ഇതൊക്കെ കിട്ടി. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം. ഈ കുറച്ച് പരിപാടികൾ, അതായത് സിനിമയിൽ മാത്രമേ എനിക്ക് പരിപാടി അറിയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. പിന്നെ ആ വഴിക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ ചോദിക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അൽഫോൺസ് എന്നാ പടം എടുത്ത്, ആ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിക്കുകയും ചെയ്തു, ഞാൻ പാട്ട് എഴുതി, പാട്ട് പാടുകയും, പാട്ട് കമ്പോസും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ കഞ്ഞി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻ്റെ കഞ്ഞിയെങ്കിലും അതെങ്കിലും കിട്ടണ്ടേ. പ്രേമത്തിന്റെ സമയത്ത് 10 years ഓഫ് പ്രേമം, ഇന്നും പ്രേമത്തിന് ബീറ്റ് ചെയ്തൊരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രേമം തന്നൊരു ഫീല് അല്ലെ, 10 years ഓഫ് പ്രേമം. അതിനെ ഞാൻ കേട്ടിട്ടുണ്ട്, കാലം കെട്ടുപോയി പാട്ട് എഴുതിയിട്ട് തിരിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ലിറ്ററലി കാലം കെട്ടുപോയ അവസ്ഥയായിരുന്നു അതിന്റെ ലിറിക്സ് റൈറ്ററിൻ്റെത്. കോയിൻസിഡൻസ് കാര്യം. കാലം കെട്ടുപോയി എന്നുള്ള പാട്ട് നല്ല ഇതേപോലെ നല്ല മഴക്കാലത്താണ് ആ സമയം. അത് ഉണ്ടാക്കാനുള്ള നമ്മള് ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു പാട്ട് വേണം എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത്. അത് വേറൊരു സിനിമയിലെ പാട്ട് അത് കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പം അത് കമ്പോസ് ചെയ്തു. അങ്ങനെ ഇവൻ എന്നും പറഞ്ഞ് രാജേഷ് എഴുതി. അപ്പോൾ ഇത് എന്ത് ചെയ്യും? അപ്പം ഇതിൻ്റെ സാഹചര്യം നമുക്കറിയാലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോർജ് പോയി, എല്ലാം തകർന്നിരിക്കുന്നൊരു സമയം. അപ്പം അതാണ് എന്നുള്ളത്. അപ്പം ആദ്യം എന്താ ചെയ്യുക, എന്താ ആദ്യത്തെ വരി എന്താ? അപ്പം ഫസ്റ്റ് എല്ലാം തകർന്നു കഴിഞ്ഞപ്പം പ്രേമം തകർന്നു. അപ്പം കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. ഇതങ്ങനെ എഴുതി. അപ്പം ഒരു കൊള്ളാം, കലക്കി, ഇനി ഭാഗ്യം എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റാൻസ് എഴുതി കഴിഞ്ഞപ്പം രാജേഷ് ഭയങ്കര ഊർജ്ജം വെച്ചിട്ട് ഇനി ഓക്കെ രണ്ടാമത്തെ സ്റ്റാൻസ് നമുക്ക് വർക്ക് ചെയ്യാം, പോയി 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 വെച്ച് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പോയി എനിക്ക് തന്നു. പോയി എല്ലാം പോയി 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 പോയി. അപ്പം കനവാ ഞാൻ നാള് നീള കണ്ടതൊക്കെ നീനവായപ്പോ താഴെ വീണുടഞ്ഞു പോയി, ഉള്ളിലുള്ളതൊക്കെ പൂത്തു നിന്നതൊക്കെ ആരാരെ കൊണ്ടുപോയി. അപ്പൊ എല്ലാം പോയിന്ന് എഴുതാൻ പറ്റില്ല, കുറച്ചൊക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെ മാറ്റി ഞാൻ പോയിന്ന് എഴുതി. ഓക്കെ. നോക്കി നോക്കി വെച്ച മാമ്പഴം പറിച്ചെടുത്ത് മെല്ലെ ഇന്ന് കൊണ്ടുപോയി. രമണൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. മനസ്സിലുള്ളതൊക്കെ മറച്ചു വെച്ചതൊക്കെ മരിച്ചുപോയി, മണ്ണടിഞ്ഞു പോയി, കാലം കെട്ടുപോയി, കോലം കെട്ടുപോയി, ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. ആ പോയി എന്നുള്ളതായിരുന്നു എൻ്റെ പഞ്ച്. പോയി, എല്ലാം പോയി, കയ്യിൽ നിന്നെല്ലാം പോയി എന്നുള്ളതായിരുന്നു എൻ്റെ പഞ്ച്. അതായിരുന്നു എനിക്ക് തന്ന ഐഡിയ. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇരുന്ന് ഉണ്ടാക്കിയൊരു പാട്ടാണ് അത്. ആ പാട്ട് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇത് ചെന്ന് പാടി കഴിഞ്ഞിട്ട് ഞാൻ രാജേഷും കൂടി അവൻ്റെ കഫേ റേസർ എന്ന് പറഞ്ഞ എൻഫീൽഡിൻ്റെ ബൈക്കുണ്ട്, അതേ ബൈക്ക് തന്നെയാണ് സീയിങ് കോൺട്ര എന്നുള്ള ഇതിൽ നമ്മൾ വെണ്ടരുത്തി പാലത്തിന് മുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. അതേ ബൈക്ക് തന്നെ വെച്ച് ആ ബൈക്കിൽ നേരെ പോയി അവനെ പാടി ഞങ്ങൾ ഓൾറെഡി പാടി അവനെ കേൾപ്പിച്ചു. അൽഫോൺസ് ഭയങ്കര ഹാപ്പിയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അടിച്ച് കംപ്ലീറ്റ് റൂമിലെ എല്ലാ സാധനങ്ങളും അടിച്ചു. അത് ഈ പാട്ട് എഴുതിക്കൊണ്ടല്ല, ഇടിമിന്നൽ കൊണ്ടാണ്. ലിറ്ററലി എഴുതി ലിറിസിസ്റ്റിന് അങ്ങനെ സംഭവിച്ചു. പറ്റിയെന്നുള്ള കാര്യം ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ഇന്റർവ്യൂല്. അത് പറ്റിപ്പോയി.